എല്ലാവർക്കും വാവാച്ചു ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ട്രാൻസിറ്റീവ് വെർബിനെ കുറിച്ചിട്ടും ഇൻട്രാൻസിറ്റീവ് വെർബിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് ആദ്യം തന്നെ നോക്കാം. ട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലത്തെ വെർബ് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലത്തെ വെർബ് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഇനി ഒരു സെന്റൻസിലത്തെ ഒബ്ജക്റ്റുകളുടെ എണ്ണം അനുസരിച്ച് ഈ വെർബിനെ ഡൈട്രാൻസിറ്റീവ്, ട്രൈട്രാൻസിറ്റീവ് എന്ന് വിളിക്കും. അതായത് ഒരു സെന്റൻസിൽ ഇപ്പോൾ 2 ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ സെന്റൻസിലത്തെ വെർബിനെ നമ്മൾ ഡൈട്രാൻസിറ്റീവ് എന്ന് വിളിക്കും. ഒരു സെന്റൻസിൽ 3 ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ സെന്റൻസിലത്തെ വെർബിനെ നമ്മൾ ട്രൈട്രാൻസിറ്റീവ് എന്ന് വിളിക്കും. എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ്? ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ ആ സെന്റൻസിലത്തെ വെർബിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കും. ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. അതായത് ആ സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് നമുക്ക് ആ ഒരു സെന്റൻസിൽ തന്നെ അതിനുള്ളൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന്. അതായത് ആ ഒബ്ജക്റ്റ് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു സെന്റൻസിൽ ആ ഒരു സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിച്ചാൽ നമുക്കൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടും. ഇനി നമുക്കൊരു ഡൗട്ട് വരും, ഓക്കെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഒരു സെന്റൻസിൽ, ഇനി രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. അതായത് ഇനിയിപ്പോൾ ഒരു സെന്റൻസിൽ 2 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലോ, ഇനിയിപ്പോൾ ആ വെർബ് ഡൈട്രാൻസിറ്റീവ് ആണെങ്കിലോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. അപ്പോൾ ഇനി ആ ഒരു സെന്റൻസിൽ രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആ ഒരു സെന്റൻസിന്റെ അടുത്ത്, ആ ഒരു സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് ടു ഹൂം എന്ന ചോദ്യം ചോദിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ അതിനുള്ളൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സെന്റൻസിൽ രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആ സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിക്കും. ഒരു സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് ടു ഹൂം എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടും. ഇനി നമ്മളൊരു സെന്റൻസിൽ വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിച്ചിട്ട് നമുക്കൊരു ഉത്തരം കിട്ടിയില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെന്റൻസിൽ ആ ഒരു വെർബിന്റെ അടുത്ത് ടു ഹൂം എന്ന ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ അതിനുള്ളൊരു ഉത്തരം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സെന്റൻസിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഇതിനെ കുറിച്ചിട്ട്. എക്സാമ്പിൾ, ദ ബോയ് കിക്സ് ദ ഫുട്ബോൾ. ഈ ഒരു സെന്റൻസിലത്തെ വെർബ് ഏതാ? കിക്സ്. അപ്പോൾ ഈ ഒരു സെന്റൻസിലത്തെ വെർബായ കിക്സ് ഒരു ട്രാൻസിറ്റീവ് വെർബാണോ, അല്ലെങ്കിൽ ഒരു ഡൈട്രാൻസിറ്റീവ് വെർബാണോ, അല്ലെങ്കിൽ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് നോക്കണം? ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ വാട്ട് എന്ന ചോദ്യം കിക്ക് എന്ന വെർബിന്റെ അടുത്ത് ചോദിക്കണം. നമുക്ക് ചോദിച്ചു നോക്കാം. ദ ബോയ് കിക്സ് വാട്ട്? എന്താണ് ബോയ് കിക്ക് ചെയ്തത്? ഫുട്ബോൾ. ദ ബോയ് കിക്സ് ദ ഫുട്ബോൾ. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് ഉത്തരം കിട്ടിയില്ലേ? അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ
ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന്. ഏതാണ് ആ ഒബ്ജക്റ്റ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി രണ്ടാമത് അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെന്ന്. ഇനി രണ്ടാമത് വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടോ ഈ സെന്റൻസിൽ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? അതായത് ഇനി ഒരു സെന്റൻസിൽ രണ്ടാമത് മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടോ, ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഈ ഒരു സെന്റൻസിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ കിക്ക് എന്ന വെർബിന്റെ അടുത്ത് ടു ഹൂം എന്ന ചോദ്യം ചോദിക്കണം. ദ ബോയ് കിക്സ് ടു ഹൂം. ആർക്കാണ് ബോയ് കിക്ക് ചെയ്തത്? നമുക്ക് അതിനുള്ള ഒരു ഉത്തരം കൃത്യമായിട്ട് കിട്ടണില്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. ആകെ ഈ ഒരു സെന്റൻസിൽ ആകെ ഒരു ഒബ്ജക്റ്റ് ഉള്ളൂ, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെന്റൻസിലത്തെ വെർബായ കിക്ക് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലത്തെ വെർബ് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. അപ്പോൾ ഈ ഒരു സെന്റൻസിലത്തെ വെർബായ കിക്സ് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഈ സെന്റൻസിലത്തെ ഒബ്ജക്റ്റ് ഏതാ? ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. Her father gave her a watch. ഈ ഒരു സെന്റൻസിലത്തെ വെർബ് ഏതാ? ഗേവ്. അപ്പോൾ ഈ ഒരു സെന്റൻസിലത്തെ വെർബായ ഗേവ് ഒരു ട്രാൻസിറ്റീവ് വെർബാണോ അല്ലെങ്കിൽ ഒരു ഡൈട്രാൻസിറ്റീവ് വെർബാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് നോക്കണം? ഈ ഒരു സെന്റൻസിൽ എത്ര ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഗേവ് എന്ന വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിക്കണം. Her father gave her what? എന്താണ് അവളുടെ ഫാദർ അവൾക്ക് കൊടുത്തത്? A watch. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ഉള്ള ഉത്തരം ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്നത്. ഏതാണ് ഒബ്ജക്റ്റ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട് എന്നത്. ഏതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്? എ വാച്ച് എന്നതാണ് ഈ ഒരു സെന്റൻസിലത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. എങ്ങനെ നമുക്ക് കിട്ടി? വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ നമുക്ക് ഈ ഒരു സെന്റൻസിലത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടി, അതായത് എ വാച്ച്. ഇനി ഈ ഒരു സെന്റൻസിൽ രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇനി ഈ ഒരു സെന്റൻസിലത്തെ വെർബ് ഒരു ഡൈട്രാൻസിറ്റീവ് വെർബ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചോദിക്കണം? ഗേവ് എന്ന വെർബിന്റെ അടുത്ത് ടു ഹൂം എന്ന ചോദ്യം ചോദിക്കണം. അപ്പോൾ നമുക്ക് ടു ഹൂം എന്ന ചോദ്യം വെർബിന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടും. ഈ ഒരു സെന്റൻസിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കിട്ടും. നമുക്ക് ചോദിച്ചു നോക്കാം, ഉണ്ടോന്ന് നമുക്ക് നോക്കാം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഈ ഒരു സെന്റൻസിൽ. Her father gave a watch to whom? ആർക്കാണ് അവളുടെ ഫാദർ ഒരു വാച്ച് കൊടുത്തത്? അവൾക്ക്. Her father gave a watch to her. ആർക്കാണ് കൊടുത്തത്? അവൾക്ക്. To her. To whom? To her. അപ്പോൾ അവൾക്ക് ആ ഒരു ചോദ്യത്തിന് ഉള്ള ഉത്തരം ആ ഒരു സെന്റൻസിൽ തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെന്ന്. അതായത് ഏതാണ് ഈ സെന്റൻസിലത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്? ഹെർ. ഹെർ ആണ് ഈ ഒരു സെന്റൻസിലത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന്. ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്, ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടെന്ന്. അപ്പോൾ ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലത്തെ വെർബ് ഏതായിരിക്കും?
ഡൈട്രാൻസിറ്റീവ് വെർബ്. അപ്പോൾ ഈ സെന്റൻസിന്റെ വെർബായ ഗേവ് ഒരു ഡൈട്രാൻസിറ്റീവ് വെർബാണ്. ഗേവ് എന്ന വെർബ് ഒരു ഡൈട്രാൻസിറ്റീവ് വെർബ് ആണ്. എ വാച്ച് എന്നത് എന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഹെർ എന്നത് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ്? ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ ആ സെന്റൻസിന്റെ വെർബ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. ഇനി അടുത്തത് എക്സാമ്പിൾ നോക്കാം. ഇനി ഈ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു സെന്റൻസിൽ വാട്ട് എന്ന ചോദ്യം ചോദിച്ചു ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഒരു സെന്റൻസിൽ ആ സെന്റൻസിന്റെ വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടിയില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സെന്റൻസിൽ ഒരൊറ്റ ഒബ്ജക്റ്റ് പോലും ഇല്ല എന്ന്. കാരണം ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒരു സെന്റൻസിൽ വാട്ട് എന്ന ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സെന്റൻസിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഇല്ല എന്ന്. അതിനർത്ഥം എന്താണ്? ആ ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റേ ഇല്ല എന്ന്. എക്സാമ്പിൾ നോക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എങ്കിലും ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. The boy laughs loudly. ഈ ഒരു സെന്റൻസിന്റെ വെർബ് ഏതാ? laughs. അപ്പൊ laughs എന്ന വെർബ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് ആണോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസിറ്റീവ് വെർബ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ എന്ത് നോക്കണം? ആ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് നോക്കാം ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന്. The boy laughs loudly. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്നറിയാനായിട്ട് വാട്ട് എന്ന ചോദ്യം laughs എന്ന വെർബിന്റെ അടുത്ത് ചോദിക്കണം. The boy laughs what? എന്താണ് ബോയ് ചിരിച്ചത്? ഈ ഒരു സെന്റൻസിനുള്ള ഉത്തരം ഈ ഒരു സെന്റൻസ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടാ? എന്താണ് ബോയ് ചിരിച്ചത്? നമുക്ക് കിട്ടണില്ല. ഇതിനുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടണില്ല. ഈ ഒരു സെന്റൻസിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം നമുക്ക് കിട്ടണില്ല. ലൗഡ്ലി എന്നത് ഈ ഒരു ക്വസ്റ്റ്യന് മാച്ച് ആയിട്ടുള്ള ഒരു ഉത്തരമല്ല. എന്താണ് ബോയ് ചിരിച്ചത്? ലൗഡ്ലി, ഒച്ചയിൽ, ഒട്ടും മാച്ച് ആയിട്ടുള്ള ഒരു ഉത്തരമല്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. കാരണം നമ്മൾ വാട്ട് എന്ന ചോദ്യം വെർബിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടണില്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. അപ്പോൾ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഒരു സെന്റൻസിൽ ഇല്ല എങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാട്ട് എന്ന ചോദ്യം വെർബിന്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടിയില്ല, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഒരു സെന്റൻസിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് ലാവ്സ് എന്ന വെർബിന്റെ അടുത്ത്, അതായത് ആ സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് ടു ഹൂം എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കാനായിട്ട് നിൽക്കണ്ട. കാരണം ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. അതിനർത്ഥം ആ ഒരു സെന്റൻസിൽ ഒരു ഒബ്ജക്റ്റേ ഇല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റേ ഇല്ല, കാരണം നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിലത്തെ വെർബായ ലാഫ്സ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണെന്ന്. ഈ സെന്റൻസിലത്തെ വെർബായ ലാഫ്സ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇനി കുറച്ചും കൂടി എക്സാമ്പിൾസ്. ആദ്യത്തെ ഫസ്റ്റ് വൺ, ഐ റോട്ട് എ സ്റ്റോറി. ഈ ഒരു സെന്റൻസിലത്തെ വെർബ്
വെർബ് ഏതാ? റോട്ട്. റോട്ട് എന്നത് ഒരു ട്രാൻസിറ്റീവ് വെർബാണോ അല്ലെങ്കിൽ ഒരു ഡൈ ട്രാൻസിറ്റീവ് വെർബാണോ അല്ലെങ്കിൽ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണോ എന്ന് അറിയാനായിട്ട് ഈ ഒരു സെന്റൻസിൽ എത്ര ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ആദ്യം തന്നെ ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിക്കാം. ഐ റോട്ട് വാട്ട്. ഞാൻ എന്താണ് എഴുതിയത്? എ സ്റ്റോറി. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടി ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എ സ്റ്റോറി എന്നതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്ന്. അപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് എ സ്റ്റോറി എന്നത് ഈ ഒരു സെന്റൻസിൽ. ഇനിയിപ്പോ അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റ് കിട്ടി. ഇനിയിപ്പോ രണ്ടാമത് ഒരു ഒബ്ജക്റ്റ് ഈ ഒരു സെന്റൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. അതായത് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഈ ഒരു സെന്റൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. അതായത് നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ടു ഹൂം എന്ന ചോദ്യം ചോദിക്കണം വെർബിന്റെ അടുത്ത്. ഐ റോട്ട് എ സ്റ്റോറി ടു ഹൂം. ആർക്കാണ് ഞാൻ ആ സ്റ്റോറി എഴുതിയത്? അതിനുള്ള ഒരു ഉത്തരം നമുക്ക് ഈ സെന്റൻസിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ആകെ ഒരു ഒബ്ജക്റ്റ് ഉള്ളൂ, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒരു സെന്റൻസിൽ ആകെ ഒരു ഒബ്ജക്റ്റ് ഉള്ളൂ എങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ആകെ ഒരു ഒബ്ജക്റ്റ് ഉള്ളൂ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിലത്തെ വെർബായ റോട്ട് ഒരു ട്രാൻസിറ്റീവ് വെർബാണെന്ന്. ഇനി അടുത്ത എക്സാമ്പിൾ. The teacher gave me a gift. അപ്പോൾ ഈ ഒരു സെന്റൻസിലത്തെ വെർബ് ഗേവ്, ഈ ഒരു സെന്റൻസിൽ എത്ര ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഗേവ് എന്ന വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിക്കണം. The teacher gave me what. എന്താണ് ടീച്ചർ എനിക്ക് തന്നത്? എ ഗിഫ്റ്റ്. അപ്പോൾ എ ഗിഫ്റ്റ് ആണ്, ഒരു ഗിഫ്റ്റ് ആണ് ടീച്ചർ എനിക്ക് തന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിലത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എ ഗിഫ്റ്റ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് എ ഗിഫ്റ്റ് ഈ ഒരു സെന്റൻസിൽ. ഇനി ഈ ഒരു സെന്റൻസിൽ രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഉണ്ടോ, അതായത് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഈ ഒരു സെന്റൻസിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഗേവ് എന്ന വെർബിന്റെ അടുത്ത് ടു ഹൂം എന്ന ചോദ്യം ചോദിക്കണം. നമുക്ക് ചോദിച്ചു നോക്കാം. The teacher gave a gift to whom. ആർക്കാണ് ടീച്ചർ ഗിഫ്റ്റ് കൊടുത്തത്? എനിക്ക്, me. The teacher gave me a gift. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഉത്തരം, ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ me എന്നത് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്ന്. അപ്പോൾ ഈ സെന്റൻസിൽ എത്ര ഒബ്ജക്റ്റുകൾ ഉണ്ട്? രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ട്. ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു സെന്റൻസിലത്തെ വെർബായ ഗേവ് ഒരു ഡൈ ട്രാൻസിറ്റീവ് വെർബാണെന്ന്. ഒരു ഡൈ ട്രാൻസിറ്റീവ് വെർബാണ് ഈ ഒരു സെന്റൻസിലത്തെ വെർബായ ഗേവ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ. He ran a long distance. ഈ ഒരു സെന്റൻസിലത്തെ വെർബ് ഏതാ? ഈ സെന്റൻസിലത്തെ വെർബ് റാൻ. അപ്പോൾ റാൻ എന്നത് ഒരു ട്രാൻസിറ്റീവ് വെർബാണോ, ഡൈ ട്രാൻസിറ്റീവ് വെർബാണോ അല്ലെങ്കിൽ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണോ എന്നറിയാനായിട്ട് ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയണം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. വാട്ട് എന്ന ചോദ്യം റാൻ എന്ന വെർബിന്റെ അടുത്ത് ചോദിക്കണം ഈ ഒരു സെന്റൻസിൽ. He ran what. എന്താണ് അവൻ ഓടിയത്? ഈ ഒരു സെന്റൻസ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യന്, ഈ ഒരു സെന്റൻസിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നുണ്ടോ?
ഇല്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. അപ്പോൾ നമുക്കറിയാം ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലാതെ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് വാട്ട് എന്ന ചോദ്യം അതിന്റെ വെർബിന്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലാന്ന്. അപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടാവില്ല. അതിനർത്ഥം എന്താ? ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റേ ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം റാൻ എന്നത് എന്താണ്? ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണെന്ന്. അപ്പോൾ റാൻ എന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണെന്ന്. ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ആ സെന്റൻസിലത്തെ വെർബ് എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദ ബേബി സ്ലീപ്സ്. ഈ ഒരു സെന്റൻസിലത്തെ വെർബ് ഏതാ? സ്ലീപ്സ്. സ്ലീപ്സ് എന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണോ അല്ലെങ്കിൽ ഒരു ട്രാൻസിറ്റീവ് വെർബാണോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡൈട്രാൻസിറ്റീവ് വെർബാണോ എന്നറിയാനായിട്ട് നമ്മൾ എന്ത് നോക്കണം? ഈ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ആദ്യം തന്നെ ഈ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിക്കണം ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ദ ബേബി സ്ലീപ്സ് വാട്ട്. എന്താണ് ബേബി സ്ലീപ്പ് ചെയ്തത്? നമുക്ക് ഇതിനുള്ളൊരു ഉത്തരം ഈ ഒരു സെന്റൻസിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല എന്ന്. അപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടാവില്ല. നിങ്ങൾ ഒരു സെന്റൻസിന്റെ അടുത്ത്, ഒരു സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിച്ചിട്ട്, അതായത് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു സെന്റൻസിലത്തെ വെർബിന്റെ അടുത്ത് വാട്ട് എന്ന ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിനോടൊരു ഉത്തരം കിട്ടിയില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു സെന്റൻസിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു സെന്റൻസിൽ പിന്നെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. അതിനർത്ഥം ആ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റേ ഇല്ല എന്നാണ്. അപ്പൊ ഈ ഒരു സെന്റൻസിൽ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല, അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഈ ഒരു സെന്റൻസിൽ ഉണ്ടാവില്ല. അതിനർത്ഥം ഈ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റേ ഇല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു സെന്റൻസിലത്തെ വെർബായ സ്ലീപ്സ് എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇവിടെ ട്രാൻസിറ്റീവ് വെർബിന്റെ സ്പെല്ലിങ് TRANSITIVE എന്നാണ്. പക്ഷെ ഞാൻ എഴുതിയപ്പോൾ N വിട്ടുപോയി എഴുതാനായിട്ട്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ട്രാൻസിറ്റീവ് വെർബിൻ്റെയും ഡൈട്രാൻസിറ്റീവ് വെർബിൻ്റെയും ഇൻട്രാൻസിറ്റീവ് വെർബിൻ്റെയും ശരിയായ സ്പെല്ലിങ്ങുകൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പെല്ലിങ്ങുകൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വാവാച്ചു ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കണ്ട, നേരെ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്